ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് നാട്ടിലെ ഇന്റർനാഷണൽ സ്കൂളിൽ ജോബ് കിട്ടിയിട്ടുള്ള ടീച്ചറെയാണ്. നമ്മുടെ HBIT കോഴ്സ് ഒക്കെ എടുത്ത് കോഴ്സ് എടുത്തുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടൂല കേട്ടോ. അത് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മള് നിങ്ങൾക്ക് ഇവിടെ മെജൂസ് പാർക്ക് ഓരോ ടീച്ചേഴ്സിനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമ്പോഴും ഇവർക്കെല്ലാം വളരെ ഈസി ആയിട്ട് ജോബ് കിട്ടുന്നതല്ല. അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. കാരണം നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പിടിക്കാൻ നമ്മൾ തന്നെ പണിയെടുക്കണം. ഞാനത് അച്ചീവ് ചെയ്യും, എന്നെ കൊണ്ടത് പറ്റും, അങ്ങനെയുള്ളവരാണ് അധികം പേര് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് കരിയർ ജേണി ചെയ്തവരൊക്കെ. നമ്മൾ ട്രെയിനിങ് കൊടുക്കും, അത് HBIT ഉണ്ട്, സബ്ജക്ട് ട്രെയിനിങ് ഉണ്ട്, ഡിഫറെന്റ് ട്രെയിനിങ്സ് വി ആർ പ്രൊവൈഡിങ്. പക്ഷെ അതിൽ ഏത് ട്രെയിനിങ് എടുത്തു എന്നതല്ല, അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്തു എന്നതിലാണ് റിസൾട്ട് വരുന്നത് കേട്ടോ. സോ ഞാൻ കുറേ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നെജ്മുൻ നീസക്ക് നാട്ടിലെ ഇന്റർനാഷണൽ സ്കൂളിലാണ് കിട്ടിയിട്ടുള്ളത്. നെജ്മുൻ നീസന്റെ അടുത്തേക്ക് നമുക്ക് ചോദിക്കാം. നെജ്മുൻ നീസ വളരെ ഹാപ്പിയാണെന്ന് എനിക്കറിയും. ഒരു ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ കരിയർ ജേണി, എങ്ങനെയായിരുന്നു ഒന്ന് നമ്മുടെ എന്താ പറയാ ടീച്ചേഴ്സിന് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കും. Okay, ma'am. Hello, ma'am. Good morning. ഗുഡ് മോർണിംഗ്. First of all, big thanks to you, ma'am. മാമിന്റെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. അൽഹംദുലില്ലാ, എൻ്റെ റബ്ബിനോടും എൻ്റെ മാമിനോടാണ് ഫസ്റ്റ് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു കരിയർ ജേണി എന്ന് പറയുന്നത്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട ഒരാളാണ്. ഡിഗ്രി BBA ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ 6 ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ മോണ്ടിസോറി കോഴ്സ് ചെയ്തു. പിന്നെ എനിക്കൊരു ഒരു ആഗ്രഹമായിരുന്നു ഇന്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാമിന്റെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പല യൂട്യൂബേഴ്സും പല വീഡിയോസും ഇങ്ങനെ ഇടുന്നത് കൊണ്ട് നമുക്ക് ഇത് ട്രൂ ആണോ എന്താന്നുള്ളത് നമുക്ക് ശരിക്കും റിയാലിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സജിന മാമിനെ ഒരു കോൺടാക്ട് ചെയ്തു. 2025 ഐ തിങ്ക് ഓഗസ്റ്റിലാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഡെയിലി മാമിനെ ഇങ്ങനെ ശല്യപ്പെടുത്തായിരുന്നു. മാം എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കായിരുന്നു. അങ്ങനെ മാം എല്ലാ കാര്യം ടു സെറ്റ് വരെ എല്ലാ കാര്യങ്ങളും മാം പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ ബഡ്ജറ്റ് ഒക്കെ റെഡിയാക്കി ഒക്കെ സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ 2025 നവംബർ ബാച്ചിലോട്ട് ഞാൻ അഡ്മിഷൻ എടുത്തു. അതിനുശേഷമാണ് മാം ഡിസംബറിലോട്ട് ആകുമ്പോഴത്തേക്കും മാം പ്രാക്ടിക്കൽ സെഷന് കൂടെ കൊണ്ടുവന്നു. കോഴ്സിന്റെ പേര് HBT ആയിരുന്നു, ഹൗ ടു ബിക്കം ഇന്റർനാഷണൽ ടീച്ചർ. അങ്ങനെ മാം പ്രാക്ടിക്കൽ കോഴ്സ് കൂടി കൊണ്ടുവന്നു. അപ്പൊ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയി എനിക്ക് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. മറ്റേതെന്ന് പറയുമ്പോൾ റെക്കോർഡ് സെഷൻ ആയതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് അയച്ചു തരുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു മടി തോന്നും. 2 hours ആവുമ്പോൾ വാച്ച് ചെയ്യാന്. അപ്പോ കുറെ കണ്ട ഉറക്കം വരും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ജോയിൻ ചെയ്തു. പ്രാക്ടിക്കൽ സെഷൻ വരുന്നുണ്ട്, ഹാപ്പി ന്യൂസ് ഉണ്ട് മാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ മാം പറയുന്ന എല്ലാ ടാസ്കും 30 days ചലഞ്ച് ആണെങ്കിൽ പോലും മാം 30 days നിർത്തിയിട്ടില്ല. 36 വരെ പോയിട്ടുണ്ട് ഐ തിങ്ക്. പക്ഷെ അടിപൊളിയായിരുന്നു മാം. ഓരോ ടാസ്ക് തരുമ്പോഴും ഞാനത് അടിപൊളിയായിട്ട് എൻ്റെ ഒരു പരമാവധി എഫേർട്ട് എടുത്തിട്ട് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. A to Z വരെ ഒരു പ്രൊഫഷണലി എങ്ങനെയാണ് വർക്ക് ചെയ്യുക, A to Z വരെ എല്ലാ കാര്യങ്ങളും മാം ആ ഒരു HBT കോഴ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് മാർച്ച് ആകുമ്പോഴത്തേനും ഇപ്പോൾ ഈ മാർച്ച് ആകുമ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഞങ്ങളെ ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. സ്കൂളിൽ ഏതൊക്കെയാണ് ഞങ്ങൾ ഇന്റർനാഷണൽ സ്കൂൾസ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. പിന്നെ ഞാൻ ഓരോ സ്കൂളിലേക്കും അപ്പോൾ മൺഡേ ഞാൻ CV സെൻഡ് ചെയ്ത് കൊടുത്തു. വെനസ്ഡേ എനിക്ക് കോള് വന്നു. ഫ്രൈഡേ ആൾക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രൈഡേ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ എന്ന് പറയുന്നത് മാം പറയുന്നത് പോലെ ഞാൻ വളരെയധികം പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈവൻ എന്തോന്നും എനിക്ക് അറിയില്ല. ഒരു 1 വീക്കായിട്ട് ഞാൻ പഠിച്ച് നമുക്ക് ഓരോന്ന് കാണിച്ചു തരാന്ന് പറയില്ലേ, ഒരു 1 വീക്കായിട്ട് ഞാൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് മാം പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ലെവലും ജനറൽ ലെവലും ഫുൾ ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഫുൾ പ്രിപ്പയർ ആവുക. എന്താണെന്ന് അറിയില്ല, 1 വീക്കായിട്ട് ഞാൻ ഫുൾ പ്രിപ്പയർ ആയിരുന്നു. ഈ CV അയക്കുന്ന മുന്നേ തന്നെ ഞാൻ പ്രിപ്പയർ ആയിരുന്നു. പിന്നെ ഈ കോളും വന്നപ്പോൾ
അത് എനിക്കുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റാക്കി. അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ആയിരുന്നു അവിടെ പോയപ്പോൾ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പോഴും പലവരും ഞങ്ങൾ കോൺഫറൻസ് റൂമിലാണ് ഇരുത്തിയത്. അവിടെ ക്യാമറ ഉണ്ട്. മാം പറയുന്ന പോലെ അവര് വാച്ച് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് എനിക്കൊരു അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് പേടിയുണ്ടാ, നീ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാ, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഞാൻ ഡീസന്റ് ആയിട്ട് നല്ല ഇതില് അടിപൊളിയായിട്ട് ഇരുന്നു. പിന്നെ അവർ ചോദിക്കുന്നുണ്ട്, റിട്ടൺ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. റിട്ടൺ അസസ്മെന്റ് ടെസ്റ്റിൽ അവർ ചോദിക്കുന്നുണ്ട്, നീ എത്ര സാലറി എഴുതി, അവരെത്ര, പക്ഷെ അതൊന്നും ചോദിക്കാൻ പാടില്ല എന്നും അവിടെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നും വളരെയധികം പ്രൊഫഷണൽ രീതിയിൽ വേണം അവിടെ ഇരിക്കുക എന്നുള്ളതും ഒക്കെ മാം A to Z വരെ മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മേ ബി അത് അവർ വാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. വലിയൊരു കോൺഫറൻസ് റൂം ആയിരുന്നു അത്. കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചു. റിട്ടൺ അസസ്മെന്റ് ടെസ്റ്റിൽ കുറച്ച് ഓക്കെ ആണെന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവർക്ക് എൻട്രി തരും. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് എന്നോട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ ഇന്റർനാഷണൽ എന്തുകൊണ്ട് ചൂസ് ചെയ്തു, അങ്ങനത്തെ ലെവലും അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. പിന്നെ മോണ്ടിസോറി ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടും അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പിന്നെ എന്താന്ന് പറയാ, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചില ഫാമിലി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ മാം പറയുന്ന ഗൈഡൻസ് പോലെ എങ്ങനെയാണ് A to Z വരെയുള്ള അതൊക്കെ HBT എടുത്താലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനിവിടെ പറഞ്ഞാലൊന്നും അത് മനസ്സിലാവൂല. അപ്പോ അതേപോലെ ഞാൻ വളരെ സൂപ്പർ ആയിട്ട് തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അവർ ചോദിക്കനാട്ടി മുന്നേ തന്നെ വൈ ചൂസ് ദിസ് കരിയർ എന്നുള്ളതിന്റെ ആൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ അവർക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൺ ദ സ്പോട്ടിൽ എന്നോട് ഡെമോ ചോദിച്ചു. ആ ഡെമോ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ HBT ബാച്ചിലെ മോക്ക് ഡെമോ പിന്നാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാം. അതേപോലത്തെ ഡെമോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അതേ ഇതും ഒക്കെ ആയിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നല്ല പ്രസന്റ് ആയിട്ട് എനിക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റി. അതെനിക്കൊരു വളരെയധികം മെറിറ്റ്സ് ആയിട്ട് തന്നെ HBT എടുത്തത് കൊണ്ട് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അപ്പൊ അവര് പറഞ്ഞു യു ആർ സെലക്ടഡ് റിഗാർഡിംഗ് ദ ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഒരു കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ തന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് പോരാണ് ഉണ്ടായത്. ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവുമല്ലോ ആ ഒരു അതെ മാം. സെലക്റ്റഡ് എന്ന് പറയുന്ന സമയത്തല്ലേ? അതെ മാം. ഷുവർ ഷുവർ. അങ്ങനെ അതിനുശേഷം ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ വെയിറ്റ് ചെയ്യണ്ട, ഞങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പോരാണ് ഉണ്ടായത്. പോകുന്ന പാട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. ഇക്ക കിട്ടി പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ആളും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പിന്നെ എന്ന് പറയുന്നത്, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ റമദാന് മുന്നത്തെ റമദാന് ഒരു ഇന്റർവ്യൂ കൂടി, ഞാൻ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്കൂൾ, വേറൊരു സ്കൂൾ കൂടി ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അനദർ റിപ്പീറ്റഡ്, കേരളത്തിലെ ഏറ്റവും വലിയ റിപ്പീറ്റഡ് ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ എനിക്ക് ഇപ്പോൾ സെലക്ടഡ് ആയി. അൽഹംദുലില്ലാ, വളരെയധികം ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഏറ്റവും വലിയ ഗ്രേറ്റ്ഫുൾ എൻ്റെ മാമിനോടാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ. ഞാൻ എൻ്റെ മെന്ററാക്കി എടുക്കാൻ മുതൽ ഞാൻ മാമിനെ ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ഫ്യൂച്ചറിൽ അങ്ങനെ മെന്റർ ആക്കാന്നുണ്ടെങ്കിൽ ഞാൻ മാമിനെ എടുക്കുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടൊന്നും നിർത്തില്ല. എനിക്ക് ഇനിയും പോർഷൻസ് കവേർഡ് ആകാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള ഒരു ഇതെനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ മാം പറയുന്നത് പോലെ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, കുറെ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള കമ്പ്യൂട്ടർ, പക്ഷെ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ മാം പറയുന്ന ഗൈഡൻസ് പ്രകാരം ഞാൻ കുറെ അഡീഷണൽ കോഴ്സ് ചെയ്തു, സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്തു, ഒരു ഫയലാക്കി കീപ്പ് ചെയ്തു. അതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് മാമിന്റെ ഒരു ഗൈഡൻസിൽ നിന്നാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗൈഡൻസ് മാം. താങ്ക് യു. നജ്മ നിസ, നമ്മളെ നാട്ടില് പിന്നെ മോണ്ടിസോറി ഒരു നിർബന്ധം തന്നെയാണ്, എന്താ KG-യിലേക്ക് അല്ലെ? അതെ അതൊരു മാം. പ്ലസ് പോയിന്റ് ആയി. അപ്പോ എനിക്ക് നാട്ടിലുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് അവിടെ KG നോക്കുന്നവർ നിങ്ങൾ മോണ്ടിസോറി എടുക്കുക. ഞാൻ ഗൾഫിലേക്കാണ് മോണ്ടിസോറിന്റെ ആവശ്യമില്ല എന്ന് പറയാറ്. നാട്ടിലാണ് നജ്മുന്നീസക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് ഒന്നും അത്ര ടെൻഷൻ വന്നിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ നാട്ടിൽ തന്നെ വെച്ചിട്ടായതുകൊണ്ട് പ്രശ്നം വന്നിട്ടുണ്ടാവില്ല അല്ലെ? ഇംഗ്ലീഷ് തന്നെ ആയിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ ലാംഗ്വേജസ് അവർക്ക് നമ്മൾ പറയുന്നത്
മനസ്സിലായാൽ മതി, അല്ലാതെ ഗ്രാമറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല. അതിൽ നോക്കുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവണം, അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവണം. അതെ മാം. പിന്നെ എനിക്ക് ഇവിടെ നമ്മുടെ കാണുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ഇപ്പൊ മെജൂസ് പാർക്കിൽ ട്രെയിനിങ് കൊടുത്തു. ആ ട്രെയിനിങ് മാത്രമല്ല, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അതിലൊരു പോയിന്റ് നോട്ട് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആഡ് ഓൺ കോഴ്സ് എന്ന് പറയുമ്പോൾ ആഡ് ഓൺ കോഴ്സ് എടുത്തിട്ടുണ്ട്, ഫയലൊക്കെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആള്, അതുപോലെ പണിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ കുറേ ടീച്ചേഴ്സ് ഉണ്ട്, എനിക്ക് ചെറിയ മക്കളുണ്ട്, ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്ന നെജ്മിനീസക്കും ചെറിയ മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കും ചെയ്യരുത്. നമ്മുടെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ, അതുപോലെ വേൾഡിൽ എവിടെയും, ഇപ്പൊ UK US പറ്റുന്നുണ്ട്, നമ്മുടെ ട്രെയിനിങ് കൊണ്ട് ടീച്ചേഴ്സ് പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്രിട്ടീഷ് അമേരിക്കൻ ഇങ്ങനെയുള്ള നേറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ലെവലിലാണ് നമ്മൾ ട്രെയിനിങ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ നെജ്മിനിസ് ഇത് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, കേരളത്തിലുള്ള ഇതുപോലെ ട്രെയിനിങ് ഒന്നും എടുക്കാത്ത സാധാ നമ്മൾ കേരള ടീച്ചേഴ്സിന്റെ ഇടയിൽ നെജ്മിനിസ് എന്തുകൊണ്ട് ഒരു സ്റ്റാർ ആയിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് വെച്ച് ബാംഗ്ലൂര് അവിടെയൊക്കെ പോയിട്ടും കിട്ടുന്നവരുണ്ട്. അപ്പൊ കേരളത്തിലൊരു ഇന്റർനാഷണൽ സ്കൂൾ കിട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നെജ്മിനിസ. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത്, കാരണം നമ്മുടെ ടീച്ചേഴ്സ് അവർ ആപ്ലിക്കേഷൻ കൊടുക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. ഈ ഡെമോ കൊടുക്കുന്ന സമയത്ത് PPT മാത്രമാണോ ചെയ്തത്, അതോ PPTയിൽ മാത്രമാണോ കാണിച്ചത്, അതോ ഫ്ലാഷ് കാർഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, ഒന്നും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. PPT അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നാട്ടില് വലിയ പ്രശ്നമില്ല. പക്ഷെ ആ, അബ്രോഡ് നിൽക്കുന്നവർക്ക് അതൊക്കെ കീപ്പ് ചെയ്യണം. ഇവിടെ ഓക്കെ. വലിയ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം പ്രശ്നം ഇതുണ്ടായിട്ടില്ല. ഇല്ല. ഇല്ല. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഒരാളായിരുന്നോ അതോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നോ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. ഐ തിങ്ക് 5%. ഫൈവ് പീപ്പിൾ. ഓക്കെ. അപ്പോൾ അതിനകത്ത് അവര് സബ്ജക്ട്, അതായത് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ജനറലി അല്ലേ ചോദിച്ചത്? ജനറൽ തന്നെ ചോദിച്ചത്. ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ റിട്ടേൺ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ജനറൽ ടീച്ചേഴ്സിന്റെ റിട്ടേൺ ടെസ്റ്റ് ആണോ നാട്ടിൽ നടത്തുന്നത്, നാട്ടിലെ ഇന്റർനാഷണൽ സ്കൂൾ നടത്തുന്നത്, ഓർ അത് കണക്ട് ചെയ്ത് KG റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണോ ചോദിച്ചത്? KG കുട്ടികളെ എങ്ങനെ ജനറൽ പഠിപ്പിക്കും? ആയിട്ടായിരുന്നു മാം. ജനറൽ ജനറൽ ആയിട്ടായിരുന്നു. ഒരു ടീച്ചർക്കുള്ള എല്ലാ അതെ. കാര്യങ്ങളും. ഫസ്റ്റ് നമ്മളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ നമ്മളുടെ നമ്മുടെ ഡീറ്റെയിൽസും അഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളുടെ വിഷൻ ആൻഡ് മിഷൻ, കോ ആ, കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തത്, ഹോബീസ്, സാലറി എത്രയാണ്, അതൊക്കെയാണ്. പക്ഷെ സാലറിയോടൊക്കെ ചിലവരൊക്കെ എത്രയാണ് നിങ്ങൾ എഴുതുന്നത്, പക്ഷെ ഞാൻ മാം പറയുന്ന ആ ഒരു അത് ഇതാണ് പറയില്ല, എഴുതിയത്. നമുക്കറിയാം. യെസ്, പറയാൻ പാടില്ല ഇന്റർനാഷണൽ സ്കൂളിൽ നേരിട്ട് പോയിട്ട്. അപ്പൊ ഹാപ്പിയാണ് അല്ലെ? അപ്പൊ ഹാപ്പിയാണ്. കൺഗ്രാറ്റുലേഷൻസ് നെജ്മിനിസ. അപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, ഓരോരുത്തർ വന്ന് അവരുടെ കരിയർ ജേണി പറയുന്നുണ്ട്. അപ്പോ നിങ്ങളും ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആക്ഷൻ എടുക്കുക. ഗൾഫിലുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാന്, ഏപ്രിൽ ഫസ്റ്റ് വീക്ക്, മാർച്ച് ലാസ്റ്റ് വീക്ക് ഓർ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലായിട്ട് CBSE സ്കൂൾസ് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോ ഗൾഫിലേക്കുള്ള ഇന്റർവ്യൂ ഓൺലൈൻ ആയിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും ഇനി നിങ്ങൾ എനിക്ക് കിട്ടുമോ നോക്കി നിൽക്കണ്ട, എല്ലാവർക്കും കിട്ടും. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.